നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ സിപിഐയുടെ ഏക സീറ്റായ പീരുമേട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കും മുന്നേ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ പ്രചരണം ആരംഭിച്ച സിപിഐ. കഴിഞ്ഞ ദിവസം മുതലാണ് ചിഹ്നം പതിച്ചുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. UDF അധികാരത്തിലെത്തിയാൽ LDF കൊണ്ടുവന്ന ഭൂനിയമം റദ്ദാക്കുമെന്ന പ്രതിപക്ഷ നേതാവടക്കം സ്വതന്ത്ര കർഷക സംഘടനകൾക്ക് ഉറപ്പു നൽകി. സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പു നൽകിയതെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി BJP യുവമോർച്ച പ്രവർത്തകർ. നല്ലതണിയിലെ പ്ലാന്റിലേക്ക് എത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനെതിരെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. വേസ്റ്റ് കയറ്റുമെന്ന വാഹനം യുവമോർച്ച BJP പ്രവർത്തകർ തടഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബദ്ധയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി തൊഴിലാളികൾ. നിലവിൽ ഹൈക്കോടതിയിൽ ക്ഷാമബദ്ധയുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻ സർക്കാർ ഇറക്കിയെന്നാരോപിച്ചാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ CPIയുടെ ഏക സീറ്റായ പീരുമേട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കും മുന്നേ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ പ്രചരണം ആരംഭിച്ച CPI. കഴിഞ്ഞ ദിവസം മുതലാണ് ചിഹ്നം പതിച്ചുള്ള പോസ്റ്റർ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പതിറ്റാണ്ടുകളായി ഇടതു കോട്ടയായി CPI നിലനിർത്തുന്ന പീരുമേട് മണ്ഡലത്തിൽ CPI പ്രവർത്തകർ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിഹ്നം അച്ചടിച്ച പോസ്റ്ററുകൾ പതിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലാണ് പോസ്റ്റർ പതിപ്പിച്ചു തുടങ്ങിയത്. എന്നാൽ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ മറ്റൊന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇത്തവണ പീരുമേട് നിലനിർത്തുവാൻ CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ തന്നെ രംഗത്തെത്തുമെന്നാണ് സൂചന. ഒപ്പം വനിതാ നേതാവിന്റെ പേരും മണ്ഡലത്തിൽ ഉയരുന്നു. അതേസമയം UDFൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ നിരവധി പേരാണ് രംഗത്തുള്ളത്. മത്സരിച്ച് തോറ്റവരെ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടടക്കം KPCCയുമായുള്ള ചർച്ചയിൽ ഉയർന്നതോടെ സിറിയക് തോമസിനടക്കം തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഇതോടൊപ്പം സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാൻ ഗ്രൂപ്പ് പോലും സജീവമാണ്. ഇത്തവണയും പീരുമേട്ടിൽ ഒറ്റ പേരിലേക്കെത്താൻ UDFനും കോൺഗ്രസിനും വലിയ കടമ്പ കടക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പീരുമേട് മണ്ഡലം CPIക്കെന്ന് ഉറപ്പിച്ച പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് എത്തുമുന്നേ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സിറ്റി വിഷൻ ഉപ്പുതറ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഇടുക്കി ജില്ലയിലെ ഒരു മണ്ഡലമാണ് പീരുമേട് നിയോജക മണ്ഡലം. ഇടത് വലത് മുന്നണികളുടെ വിഷയങ്ങൾ നമ്മൾ അവിടെ നിന്നും എടുത്ത് ചർച്ച ചെയ്തിരുന്നു. ആദ്യഘട്ടം മുതൽ ഇടതുപക്ഷത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു പേര് K സലിംകുമാറിൻ്റെതാണ്. അതിനുശേഷം ഒരു വനിതാ പ്രവർത്തക വരുമെന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റം എന്ന രീതിയിൽ ഇടതുപക്ഷ പ്രവർത്തകർ ഇല്ലെങ്കിൽ CPI പ്രവർത്തകർ വലിയ ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പോസ്റ്റർ പ്രചരണമടക്കം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെതായ മറ്റ് നടപടികൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആരാവും വരിക എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ധാരണയും ഉണ്ടായിട്ടില്ല. UDFന്റെ ചർച്ചകളും സീറ്റ് ചർച്ചകളും ആരംഭിച്ചിട്ടില്ല, ഇടതുപക്ഷത്തും ആരംഭിച്ചിട്ടില്ല. പക്ഷേ CPI പീരുമേട് നിയോജക മണ്ഡലം കഴിഞ്ഞ 20 വർഷക്കാലമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഇടതു കോട്ടയാക്കി നിലനിർത്തുന്ന പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണയും CPIയുടെ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും ഇടത് സ്ഥാനാർത്ഥിയായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്റർ പ്രചരണം നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിനു വളകോട് നമ്മോടൊപ്പം ചേരുകയാണ്. ഷിനു, വലിയ ആവേശത്തോടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണോ? ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ടോ? ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ? സലിംകുമാർ തന്നെയായിരിക്കുമോ മത്സര രംഗത്തേക്ക് എത്തുക? ഷിനു. ഇരു മുന്നണികളും സജീവമായി സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ തന്നെ CPIയുടെ ഏക സീറ്റായ പീരുമേട്ടിൽ അവർ ഒരു പടി കൂടി കടന്ന് ആ പോസ്റ്റർ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിലാണ് വ്യാപകമായി അവർ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി ഇടത് കോട്ടയാക്കി CPI നിലനിർത്തിയിരിക്കുന്ന പീരുമേട് ഇത്തവണ എങ്ങനെയും മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് ഇടതു മുന്നണിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. ഇതിന്റെ ഉദാഹരണമാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിയുടെ പേരോ മറ്റൊന്നോ പോസ്റ്റർ പറഞ്ഞിട്ടില്ല. ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായി CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ K സലീംകുമാറിന്റെ പേരാണ് ഏറെ സജീവമായി രംഗത്തുള്ളത്. ഇതോടൊപ്പം തന്നെ CPIയുടെ ഒരു വനിതാ നേതാവിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. നിലവിൽ ഇത് UDFൽ നിരവധി പേരാണ് സീറ്റ് മോഹവുമായി സ്ഥാനാർത്ഥി മോഹവുമായി ചരടുവലികളുമായി രംഗത്തുള്ളത്. ഇതിൽ നിന്ന് ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളത് UDFനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമായിരിക്കും. അത്തരത്തിലാണ്. എന്തായിരുന്നാലും പീരുമേട് നിയോജക മണ്ഡലത്തിൽ CPIയുടെ പ്രവർത്തകർ, പ്രാദേശിക പ്രവർത്തകർ അയ്യപ്പൻകോവിലിൽ
പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിനായി അവർ ഒരുങ്ങിയിരിക്കുന്നു എന്ന് യാതൊരു മടിയുമില്ലാതെ പറയുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. UDF അധികാരത്തിലെത്തിയാൽ LDF കൊണ്ടുവന്ന ഭൂനിയമം റദ്ദാക്കുമെന്ന പ്രതിപക്ഷ നേതാവടക്കം സ്വതന്ത്ര കർഷക സംഘടനകൾക്ക് ഉറപ്പ് നൽകി. അധികാരത്തിലെത്തിയാൽ 3 മാസത്തിനുള്ളിൽ നിയമം റദ്ദു ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരുമെന്നും കർഷകരുടെ ഭൂമി സ്വതന്ത്രമായി മാറ്റുമെന്നും സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ നേതാവ് കർഷക സംഘടനാ പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയതായി അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിൽ കണ്ട് ചർച്ച നടത്തിയത്. LDF സർക്കാർ 2023 കൊണ്ടുവന്ന നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനൊപ്പം സ്വതന്ത്ര കർഷക സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള UDF നേതാക്കളുമായി സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികൾ ചർച്ച നടത്തിയത്. തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ UDF അധികാരത്തിലെത്തിയാൽ നിലവിലെ നിയമം റദ്ദു ചെയ്ത 3 മാസത്തിനുള്ളിൽ പുതിയ നിയമം കൊണ്ടുവരുമെന്നും ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമെന്നും ഉറപ്പ് നൽകി. അടിസ്ഥാനപരമായ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഉറപ്പാണ് ഈ കർഷക സംഘടനകൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് UDFന്റെ പ്രകടന പത്രികയിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുമെന്നും സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് അവർ കൂട്ടായി ശ്രമിക്കുമെന്നും UDFലെ ഓരോ നേതാക്കളും ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി അടക്കം CP ജോൺ അടക്കം അതിൻ്റെ അകത്ത് ഷാഫി പറമ്പിൽ തുടങ്ങിയുള്ള ഇത് തയ്യാറാക്കുന്ന ആ കമ്മിറ്റി അടക്കം മോൻസ് ജോസഫ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കർഷക സംഘടനകളുമായിട്ടുള്ള ചർച്ച അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ജില്ലയിലെ റവന്യൂ വനം വകുപ്പുകൾ തമ്മിൽ നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുകയും പുതിയതായിട്ടുള്ള വനവിജ്ഞാപനങ്ങൾ റദ്ദു ചെയ്യുമെന്നും UDF നേതാക്കൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ പ്രധാന ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുവാനാണ് UDFന്റെ നീക്കം. ഒപ്പം സർക്കാരിനെതിരെ നിൽക്കുന്ന സ്വതന്ത്ര കർഷക സംഘടനകളെ ഒപ്പം നിർത്തി നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യവും UDFനും കോൺഗ്രസിനുമുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ ജോസ് കെ മാണിയോട് മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനിടയിൽ മൈക്ക് വാങ്ങി ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. UDF ജാഥയിൽ പങ്കെടുക്കേണ്ട മാണി സി കാപ്പൻ പരദൂഷണം പറയാൻ പാലായിൽ ഇരിക്കുകയാണെന്ന് ജോസ് കെ മാണിയുടെ പരിഹാസം. വികസന കാര്യങ്ങളിലെ പോരായ്മകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ല. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ മാണി സി കാപ്പൻ പയർ അഞ്ഞാഴി എന്ന് പറയുന്നു. വികസന മുരടിപ്പ് എവിടെയും തുറന്നു കാണിക്കുമെന്നും ജോസ് കെ മാണി ഇടുക്കി അടിമാലിയിൽ പറഞ്ഞു. അപ്പോൾ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളത് പറയുന്നു. അത് ഏത് MLA ആണെങ്കിലും ഞാനത് ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തത് കൊണ്ട് അതിന്റെ സബ്ജക്ട് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നേയുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് എന്ത് വെല്ലുവിളിയാണ്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഉത്തരം മുട്ടുമ്പോൾ പചനം കാണിക്കുന്നതിന് ഞാൻ ഉത്തരം പറയണം. പ്രതിപക്ഷം എന്താ ചെയ്യുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ പിന്നെ സമരങ്ങളും അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറൊന്നുമല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇനി അടുത്ത പ്രകടനത്തിന് ഞങ്ങള് ഇന്നതാണ് ചെയ്യുന്നത്. ഒരു പുതിയ യുഗമാണല്ലോ പറയുന്നത്. ആ യുഗത്തിൽ എന്താ പുതിയതാണെന്ന് പറയുന്നില്ല, സസ്പെൻസ് നിർത്തുക. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം, ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി BJP യുവമോർച്ച പ്രവർത്തകർ. നല്ലതണിയിലെ പ്ലാന്റിൽ എത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനെതിരെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വേസ്റ്റ് കയറ്റി വന്ന വാഹനം യുവമോർച്ച BJP പ്രവർത്തകർ തടഞ്ഞു. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ തോട്ടം തൊഴിലാളികളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും യുവമോർച്ച പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് പ്രവർത്തിക്കുന്നത് നല്ലതണിയിലാണ്. എന്നാൽ ഇവിടെ എത്തിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിച്ച് കയറ്റി അയക്കുന്നതിലടക്കം വലിയ വീഴ്ചയുണ്ടെന്ന ആരോപണം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഇതിനൊപ്പമാണ് കഴിഞ്ഞ 10 ദിവസമായി പ്ലാന്റിലേക്ക് എത്തിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നുവെന്ന ആരോപണവുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയത്. പ്ലാസ്റ്റിക് കത്തുന്ന പുക ശ്വസിച്ച കല്ലാർ എസ്റ്റേറ്റിലെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുണ്ടായെന്നും ഇവർ ആരോപിക്കുന്നു. പ്രതിഷേധവുമായിട്ടെത്തിയ പ്രവർത്തകർ മാലിന്യം കയറ്റുമെന്ന വാഹനം തടഞ്ഞിട്ടു. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുവാനാണ് BJP യുവമോർച്ച പ്രവർത്തകരുടെ തീരുമാനം. ഈ കത്തിക്കുന്ന വേസ്റ്റ് എല്ലാം ഈ കുടിനീരിലേക്ക് കൊണ്ടുപോയി ആ വെള്ളമാണ് ഇവിടെ കല്ലാറുള്ള എസ്റ്റേറ്റിലെ ജനങ്ങളും അടുത്തുള്ള കല്ലാറും മാങ്കുള്ള ജനങ്ങളും ഈ വെള്ളമാണ് കുടിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ BJP യുവമോർച്ച നേതൃത്വത്തിൽ ഞങ്ങളൊരു ശക്തമായിട്ട് ഒരു സമരം തുടരുമെന്ന് പറയുന്നു. പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം എസ്റ്റേറ്റിലേക്കുള്ള കുടിവെള്ളവും മലിനപ്പെടുത്തുന്നതായി ഇവർ ആരോപിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന് കൃത്യമായി സംവിധാനം ഒരുക്കി പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്തയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി തൊഴിലാളികൾ. നിലവിൽ ഹൈക്കോടതിയിൽ ക്ഷാമബത്തയുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻ സർക്കാർ ഇറക്കിയെന്ന വകുപ്പ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയെന്ന് ആരോപിച്ചാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോപ്പ് വ്യത്യാസമില്ലാതെ വേതനം ഏകീകരിച്ച് അടിസ്ഥാന ശമ്പളം 650 രൂപയായി നിശ്ചയിക്കുകയും DA ഒരു പോയിന്റിന് കുറഞ്ഞത് 10 പൈസയായി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ക്ഷാമബത്ത ഉൾപ്പെടെയുള്ള അനുബന്ധ ആനുകൂല്യങ്ങൾ വിഷയങ്ങളിൽ 2025 ആഗസ്റ്റ് മാസം 20-ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ക്രമീകരിച്ചുകൊണ്ട് തുറന്ന ചർച്ച നടത്തുകയുണ്ടായി. എന്നാൽ പ്രസ്തുത യോഗത്തിൽ 2021 ജൂൺ മാസം 2-ന് മന്ത്രിയുടെ അധ്യക്ഷത കൂടിയ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായ മെമ്മോറണ്ടം ഓഫ് സെറ്റിൽമെന്റിൽ തൊഴിലാളികളുടെ അടിസ്ഥാന വേതനത്തിൽ 41 രൂപയുടെ വർധന തീരുമാനിക്കപ്പെട്ടതിന് പുറമെ ക്ലോസ് സൈഡിൽ 2021-ലെ നോട്ടിഫിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും അതേപടി തുടരുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 28-ന് നടന്ന നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് PS സുബാൽ MLA തോട്ടം തൊഴിലാളികളുടെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ചോദ്യം ഉന്നയിച്ചത്. തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നും DA 10 പൈസയായി വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു സുബാൽ പറഞ്ഞത്. എന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് DA വർദ്ധിപ്പിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്.
ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് ന്യായമായി ലഭിക്കേണ്ട DA മറച്ചുവെച്ച് 3 പൈസ മാത്രം വർദ്ധിപ്പിച്ച് 10 പൈസയാക്കി നൽകണമെന്ന PS സുബാൽ ആവശ്യപ്പെട്ടതെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഇതിന് അനുകൂലമായ രീതിയിലാണ് വകുപ്പ് മന്ത്രിയുടെയും നിലപാടെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ബഹുമാനപ്പെട്ട സുബാൽ MLA പറഞ്ഞിരിക്കുന്നത് 7 പൈസ എന്ന് പറയുന്നത് 10 പൈസ നൽകിയാൽ മതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 3 പൈസ കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പരിപൂർണമായിട്ട് ശരിവെക്കുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ലേബർ മിനിസ്റ്ററും പറയുന്നത്. ലേബർ മിനിസ്റ്ററോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു ദിവസം 1000 രൂപ DA കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ ഇൻട്രസ്റ്റേറ്റിൽ പോകുമ്പോൾ 1200 രൂപ DA കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് 1 പൈസ 2 പൈസ കൂട്ടിയാൽ മതിയോ? MLAയുടെയും മന്ത്രിയുടെയും നിലപാട് കോടതിയെ അപമാനിക്കുന്ന തരത്തിലാണെന്നും അതിനാൽ കോടതിയെ ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്നും തൊടുപുഴ മുതൽ ഹൈക്കോടതി വരെ പിച്ചയെടുത്ത് പ്രതിഷേധം നടത്തുമെന്നും തൊഴിലാളികൾ. ഇത് കോർട്ടിനെ അവമതിക്കുന്നതല്ലേ? കോർട്ട് അവമതിപ്പുണ്ടാക്കിയ ഈ ലേബർ മിനിസ്റ്റർക്കെതിരായിട്ടും ഞങ്ങൾ മൂന്നാറിലിരുന്ന് തൊടുപുഴയിലിരുന്ന് ഞങ്ങൾ യാചക സമരം, പിച്ചയെടുക്കും സമരം ഞങ്ങൾ നടത്താൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഹൈക്കോടതി ചെന്നിട്ട് ഞങ്ങൾ തൊടുപുഴയിലിരുന്ന് ഈ വരുന്ന ആഴ്ചയിൽ ഞങ്ങൾ യാചക സമരം നടത്താൻ പോവുകയാണ്. 3 പതിറ്റാണ്ടായി ക്ഷാമബത്ത വിഷയത്തിൽ കടുത്ത അവഗണനയാണ് തോട്ടം തൊഴിലാളികൾ നേരിടുന്നത്. 87 വിഭാഗങ്ങൾ ഉള്ളതിൽ ബാക്കിയുള്ള 86 വിഭാഗത്തിനും എല്ലാ ആനുകൂല്യങ്ങളും കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ചു നൽകുമ്പോൾ തോട്ടം തൊഴിലാളികളെ മാത്രം അവഗണിക്കുകയും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സഹായിക്കുന്ന നിലപാടുമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർഷിക പദ്ധതി ഗ്രാമസഭാ യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആസൂത്രണ സമിതി യോഗത്തിൽ കാർഷികം, ടൂറിസം, ആരോഗ്യം എന്നീ മേഖലകളെ മുൻനിർത്തിയുള്ള വിവിധ ചർച്ചകൾ നടന്നു. കുളമാവിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വടക്കേപ്പുഴ ചെക്ക് ഡാം വികസന സാധ്യതകൾ പരിഗണിക്കപ്പെടുന്നതിനോടൊപ്പം ഇടുക്കിയിലെ ടൂറിസം പ്രാധാന്യം ഉയർത്തുന്നതിനായി ഭൂമിയാങ്കുളത്ത് ഹെലിപ്പാഡ് നിർമ്മിക്കുന്നതിനടക്കമുള്ള പ്രാഥമിക പഠനങ്ങൾ നടത്തുവാനും യോഗം ചർച്ച ചെയ്തു. ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് സഹായകരമാകുന്ന കൂടുതൽ ആരോഗ്യ പരിപാടികൾ ഈ വർഷം ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തി സമഗ്രവും ബൃഹത്തുമായ വികസന പദ്ധതികൾക്ക് രൂപം നൽകാനാണ് യോഗത്തിൽ തീരുമാനിച്ചത്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന എഫക്ട് എത്രമാത്രം വലുതാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമസഭ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർമാരായ നിങ്ങൾ ഓരോരുത്തരെയും ക്രിയാത്മകമായ അഭിപ്രായങ്ങളും ഇടപെടലുകളും ആവശ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് വരും വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനും അത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ ഓരോരുത്തരെയും ക്രിയാത്മകമായ സഹായങ്ങൾ ആവശ്യം കൂടിയാണ്. ഇന്നിവിടെ ചേർന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ മേഖലകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നല്ലൊരു പദ്ധതി രേഖ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കുവാൻ തക്ക രീതിയിൽ ഉതകുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരെയും ക്രിയാത്മകമായ സഹായങ്ങൾ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന വിശ്വാസത്തോടു കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മരിയാപുരം, വാത്തുക്കുടി, കാമാക്ഷി പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും വിവിധ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. കുട്ടികളും ഡിജിറ്റൽ ഡി അഡിക്ഷനും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഡി അഡിക്ഷൻ സെന്റർ ഇടുക്കി, വനിതാ സെൽ, ഇടുക്കി സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികളും ഡിജിറ്റൽ ഡി അഡിക്ഷനും എന്ന വിഷയത്തിലാണ് പൂമാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഇടുക്കി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവൽ പോൾ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് സുധാകർ PG അധ്യക്ഷത വഹിച്ചു. കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്യാംകുമാർ KS ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡിഡാറ്റ് സെന്റർ ഇടുക്കിയിലെ സൈക്കോളജിസ്റ്റ് ശ്രീലജ TK, പ്രോജക്ട് കോർഡിനേറ്റർ സോജിൻ PK എന്നിവർ ഡിജിറ്റൽ ഡി അഡിക്ഷൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വനിതാ സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രിയ മധുസൂദനൻ വനിതാ സെൽ നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. സലിത MJ കൃതജ്ഞത രേഖപ്പെടുത്തി. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ ആശ്രിതം കുറയ്ക്കുന്നതിനും ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 14,465 രൂപ, പവന്
1,15,800 രൂപ. വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ CPIയുടെ ഏക സീറ്റായ പീരുമേട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കും മുന്നേ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ പ്രചരണം ആരംഭിച്ച CPI കഴിഞ്ഞ ദിവസം മുതലാണ് ചിഹ്നം പതിച്ചുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. UDF അധികാരത്തിലെത്തിയാൽ LDF കൊണ്ടുവന്ന ഭൂനിയമം റദ്ദാക്കുമെന്ന പ്രതിപക്ഷ നേതാവടക്കം സ്വതന്ത്ര കർഷക സംഘടനകൾക്ക് ഉറപ്പു നൽകി. സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പു നൽകിയതെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി BJP യുവമോർച്ച പ്രവർത്തകർ. നല്ലതണ്ണിയിലെ പ്ലാന്റിലേക്ക് എത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനെതിരെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. വേസ്റ്റ് കയറ്റുമെന്ന വാഹനം യുവമോർച്ച BJP പ്രവർത്തകർ തടഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബദ്ധിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി തൊഴിലാളികൾ. നിലവിൽ ഹൈക്കോടതിയിൽ ക്ഷാമബദ്ധിയുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻ സർക്കാർ ഇറക്കിയെന്നാരോപിച്ചാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.